നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായിൽ മാസ് ലുക്കിൽ സ്യൂട്ടും ബൂട്ടും അണിഞ്ഞ് എത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു. പ്രവാസികൾ ഈ ചിത്രങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്കായി ചിത്രങ്ങൾ ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം. തൂവെള്ള വസ്ത്രമണിഞ്ഞാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെ കാണാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തനായി സ്യൂട്ടും ബൂട്ടും അണിഞ്ഞ മാസ് ലുക്കിലായിരുന്നു അദ്ദേഹത്തിന്റെ ദുബായ് സന്ദർശനം. ചുമ്മാതെ സ്റ്റൈൽ കാണിക്കാനായിരുന്നില്ല അദ്ദേഹത്തിന്റെ ദുബായ് സന്ദർശനം. വികസന കാര്യത്തിലും ജനക്ഷേമ പദ്ധതികൾക്കും പേരുകേട്ട സംസ്ഥാനമാണ് തമിഴ്നാട്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മാത്രമാണ് കേരളത്തിന് തമിഴ്നാടിനോട് കടുത്ത വിയോജിപ്പുള്ളത്. അതിലെന്തായാലും നമ്മൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. തമിഴ്നാട്ടിലെ ജനക്ഷേമ പദ്ധതികൾക്ക് കൈയടിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന്റെ ദുബായ് സന്ദർശനത്തെ പറ്റിയാണ്. UAE മന്ത്രിമാരുമായും വ്യവസായ പ്രമുഖരുമായും ചർച്ച നടത്തിയ അദ്ദേഹം തമിഴ്നാട്ടിൽ പ്രവാസി നിക്ഷേപം ഉറപ്പാക്കിയാണ് തിരിച്ചു മടങ്ങിയത്. മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷമുള്ള സ്റ്റാലിന്റെ ആദ്യ വിദേശ സന്ദർശനമായിരുന്നു ഇത്. സന്ദർശനം പൂർണ്ണ വിജയമാണെന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. അടിപൊളി ലുക്കിൽ ദുബായിലെത്തിയ സ്റ്റാലിൻ മടങ്ങുന്നതും ശരിക്കും സ്റ്റൈൽ മന്നനായി തന്നെയാണ്. കാരണം വെറുതെ ദുബായിൽ പോയി മടങ്ങുകയല്ല അദ്ദേഹം ചെയ്തത്, മറിച്ച് തമിഴ്നാട് വികസനം ഉറപ്പാക്കാൻ പാകത്തിന് നിക്ഷേപ ധാരണാപത്രം ഒപ്പിട്ടുകൊണ്ടാണ്. എം.കെ. സ്റ്റാലിന്റെ UAE സന്ദർശനത്തിലൂടെ തമിഴ്നാട്ടിലേക്ക് ഒഴുകിയെത്തിയത് 6100 കോടി രൂപയുടെ നിക്ഷേപമാണ്. 5 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം ചൊവ്വാഴ്ച ചെന്നൈയിലെത്തിയ മുഖ്യമന്ത്രി യാത്ര വൻ വിജയമായതിൽ സന്തോഷമുണ്ടെന്ന മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയും ചെയ്തു. 6 പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുമായി 6100 കോടിയുടെ നിക്ഷേപ കരാറുകളിൽ ഒപ്പുവെച്ചു. ഇതുവഴി 14700 പേർക്ക് തൊഴിൽ ലഭിക്കും. ഞാനിതിപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്ന് വിചാരിക്കും. ഇവിടെ കേരളത്തിലുള്ള നേതാക്കളും അടുത്തിടെ ദുബായ് ഒക്കെ സന്ദർശിച്ചിരുന്നു. സ്യൂട്ടും കോട്ടും ഇട്ടുപോയി എന്ന് മാത്രം. പ്രവാസി ക്ഷേമത്തിനായോ അല്ലെങ്കിൽ നിക്ഷേപത്തിനായോ പേരിന് പോലും ഒന്നും കേട്ടില്ല. അടച്ച് ആക്ഷേപിക്കുവാണെന്ന് കരുതരുത്. ഇത്രയൊക്കെ അവസരങ്ങൾ ഉണ്ടായിട്ടും മറ്റ് സംസ്ഥാനങ്ങൾ അത് പ്രയോജനപ്രദമായി വിനിയോഗിക്കുമ്പോൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല. വരും മാസങ്ങളിലും കൂടുതൽ നിക്ഷേപ കരാറുകളിൽ ഒപ്പുവെക്കാനാവുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷയെന്നും പറഞ്ഞു. ലുലു ഗ്രൂപ്പുമായി 3500 കോടിയുടെ നിക്ഷേപ കരാറിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. 2500 കോടി നിക്ഷേപത്തിൽ 2 ഷോപ്പിംഗ് മാളുകൾ, 1000 കോടിയുടെ കയറ്റുമതി അധിഷ്ഠിത ഭക്ഷ്യ സംസ്കരണശാലയും ലുലു തമിഴ്നാട്ടിൽ സ്ഥാപിക്കും. നോബിൾ സ്റ്റീൽസുമായി 1000 കോടിയുടെയും ടെക്സ്റ്റൈൽ മേഖലയിലുള്ള വൈറ്റ് ഹൌസ്, മെഡിക്കൽ മേഖലയിലുള്ള ആസ്റ്റർ DM ഹെൽത്ത് കെയർ, ചരക്ക് കൈമാറ്റ കമ്പനിയായ ഷറഫ് ഗ്രൂപ്പ് എന്നിവയുമായി 500 കോടി രൂപ വീതമുള്ള കരാറുകളിലും ഒപ്പുവെച്ചിട്ടുണ്ട്. ഭക്ഷ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ട്രാൻസ്വെൽ ഗ്രൂപ്പുമായി 1000 കോടിയുടെ ധാരണയാണ് ഉറപ്പിച്ചത് എന്നും സ്റ്റാലിൻ പറഞ്ഞു. ഇത്രയൊക്കെ നേട്ടങ്ങൾ അദ്ദേഹത്തിന്റെ ഒരൊറ്റ ദുബായ് സന്ദർശനത്തിലൂടെയാണ് നേടിയെടുത്തത്. അതേസമയം കേരളത്തിനായോ പ്രവാസികൾക്കായോ എടുത്തു പറയത്തക്ക വിധം എന്ത് പദ്ധതിയാണ് എന്ത് കരാറുകളിലാണ് നമ്മുടെ നേതാക്കളൊക്കെ ദുബായ് സന്ദർശനത്തിലൂടെ നേടിയെടുത്തത്?